ഗന്ധർവസ്ഥാതി കഷായമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആവണക്കും വേര് ഉപയോഗിക്കുന്നുള്ളത് ആയുർവേദത്തിനെ പറ്റി എന്തെങ്കിലും ബന്ധമുള്ളവർക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ഈ ഗന്ധർവസ്ഥാതി കഷായം ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിൽ കഷായങ്ങളും മറ്റു ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ആവണക്കിന്റെ വേര് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ആവണക്കെണ്ണ നമുക്ക് ഇതിന്റെ ആവണക്കിന്റെ കുരു ഉണ്ടല്ലോ, ഇത് ആട്ടിയെടുക്കുന്ന എണ്ണയാണ് ആവണക്കെണ്ണ. നമുക്കിപ്പോൾ ലാക്സേറ്റീവ് ആയിട്ടൊക്കെ പലരും ഉപയോഗിക്കാറുണ്ടല്ലോ, കാസ്റ്റർ ഓയിൽ തനിയും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ഒരുപാട് ആയുർവേദ ഔഷധങ്ങളുണ്ട്. അതായത് ലാക്സേറ്റീവ് ആയിട്ട് നീർക്കെട്ട് പോകുന്നതിന്, ശോധന വരുത്തുന്നതിന്, അതുപോലെ വാദസംബന്ധമായ രോഗങ്ങളുള്ളപ്പോൾ നമുക്ക് സുഖശോധന ലഭിക്കുന്നതിനും ആ ദോഷത്തെ നിർഹരിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു വരാറുണ്ട്. ഓക്കെ, അപ്പോ ഗന്ധർവസ്ഥാതി ആവണക്കെണ്ണ, ഗന്ധർവരണ്ടം, ഇതുപോലെ നിർഗുണ്ടിയരണ്ടം, ഇങ്ങനെ പലതരം ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ആവണക്കിന്റെ വേരും അതുപോലെ ആവണക്കിൻ കുരു ആട്ടിയെടുക്കുന്ന എണ്ണ എടുക്കുന്നുണ്ട്. ഇനി അതുപോലെ കിഴിയൊക്കെ, ഇലക്കിഴിയൊക്കെ ചെയ്യാനായിട്ട് വാദസംബന്ധമായ രോഗങ്ങൾ, സന്ധിഗതവാദ വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ അതെങ്കിൽ ലോവർ ബാക്ക് പെയിനോ, കടീഗ്രഹം എന്ന് വിളിക്കുന്ന ലോവർ ബാക്ക് പെയിൻ, അതല്ലെങ്കിൽ ഗ്രീവാഗ്രഹം എന്ന് വിളിക്കുന്ന സ്പോൺലൈറ്റിസ്, നെക്ക് പെയിൻ, ഇതുപോലെ മുട്ടുവേദനയായാലും സന്ധികളെ ആശ്രയിച്ചുണ്ടാവുന്ന വാദരോഗങ്ങളിൽ കിഴിയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആവണക്കിന്റെ ഇലയൊക്കെ എടുക്കാറുണ്ട്. അത് അരിഞ്ഞെടുത്തിട്ട് ഇതിന്റെ കൂടെ മറ്റിലകളും കൂടെ ചേർക്കട്ടോ, മുരിങ്ങയിലയും മുരുക്കിന്റെ ഇലയും ആവണക്കലയും എരിക്കിന്റെ ഇലയും പുളിയിലയും കുരുമുളകിന്റെ ഇലയും ഒക്കെ ചേർക്കാറുണ്ട്. അത് അരിഞ്ഞ് ഒന്ന് വാട്ടിയെടുത്തിട്ട് കിഴി കെട്ടിയെടുത്തൊക്കെ നിശ്ചയിച്ചിട്ടുള്ള തൈലം ചൂടാക്കി പുരട്ടിയതിനു ശേഷം കിഴി പിടിക്കൽ പതിവുണ്ടല്ലോ, അതിനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി അത് മാത്രമൊന്നുമല്ല, ഉപനാഹം കെട്ടാനായിട്ട്, ഉപനാഹം സന്ധികളിലൊക്കെ വേദനയും നീർക്കെട്ടുണ്ടാകുമ്പോൾ രക്തവാദവും ആമവാദം സന്ധിവാദ രോഗങ്ങളിൽ മുട്ടിലോ നടുവിനോ മറ്റു സന്ധികളിലൊക്കെ വേദനയും അതുപോലെ നീർക്കെട്ടും അനുഭവപ്പെടുമ്പോൾ അവിടെ നമ്മൾ മരുന്നുകൾ അരച്ച് ലേപനം ചെയ്തിട്ട്, അതല്ലെങ്കിൽ അരിക്കാടി ചേർത്ത് കുറുക്കിയെടുത്തിട്ട് ആ മരുന്നുകൾ ലേപനം ചെയ്ത് കെട്ടിവെക്കും. ഓക്കെ, ആ കെട്ടിവെച്ച് കഴിയുമ്പോൾ അതിലൊരു ഉൾപ്പൊഴുക്കം ഉണ്ടാകുന്നതിന്, ഒരു വിതാഹം ഉണ്ടാകുന്നതിന്, ആ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ വാദശമനമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വാഴയില ഉപയോഗിക്കാറുണ്ട് പൊതിഞ്ഞ് കെട്ടിവെക്കാനായിട്ട്, അതുപോലെ ആവണക്കലയും ഉപയോഗിക്കാറുണ്ട് ഇതിനായിട്ട്. ഓക്കെ, ഈ രീതിയിലൊക്കെ ആവണക്കിൻ വേരും ആവണക്കലയും ആവണക്കെണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. ഇന്ന് നമ്മൾ കുറച്ചും കൂടെ വിവരങ്ങൾ ഇതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. സർവ്വവിധ വാദരോഗങ്ങൾക്കും ഇതൊരു ഔഷധമായതുകൊണ്ട് ഇതിനെ വാതാരി എന്നൊക്കെ വിളിച്ചു വരുന്നുണ്ട്. ഗന്ധർവസ്ഥ എന്നാണ് സംസ്കൃതത്തിൽ പേര്, ആവണക്കെന്ന് മലയാളത്തിൽ വിളിക്കുന്നു. റിസിനസ് കമ്മ്യൂണിസ് എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. യൂഫോർബിയസ് ഫാമിലിയാണ്. ഗന്ധർവഹസ്തെന്നും ഏരണ്ടെന്നും ഒക്കെ സംസ്കൃതത്തിൽ പേരുകളുണ്ട് കേട്ടോ. ഇത് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് പറയുന്നത്. അതായത് ഭേദനീയ ഔഷധങ്ങൾ, അതായത് നമുക്ക് വിരേചനം ഉണ്ടാക്കുന്നതിന്, ശോധന വരുത്തുന്നതിന് ഒക്കെ ഉപയോഗിക്കാം ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ. അതുപോലെ കഷായങ്ങളായാലും ഇത് ഗന്ധർവസ്ഥാതി കഷായമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അല്പം ശോധനയൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവുന്നതിനൊക്കെ സഹായിക്കുന്നത് അതുകൊണ്ടാണ്. ഭേദനീയ ഔഷധം എന്നാണ് അതുകൊണ്ട് പറയാം. അതുപോലെ വാദസംബന്ധമായ രോഗങ്ങളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ വേദന ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേദനാ സംഹാരി പോലെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മാത്രം കഴിച്ചുകൊണ്ട് വേദന മാറുന്നില്ല കേട്ടോ. അതായത് മറ്റു ഔഷധങ്ങളുടെ കൂടെ ഇതും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ കഴിക്കുമ്പോൾ അത്തരം രോഗാവസ്ഥകളിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ വേദനാ സംഹാരിയായിട്ടും വേദനീയ ഔഷധമായിട്ടും ഇത് ഉപയോഗിച്ചു വരുന്നതായിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടും. ഇത് ഇന്ത്യയിലുടനീളം വരണ്ട കാലാവസ്ഥകളിലും ഒക്കെ വളരുന്ന സ്ഥലമാണ്. കേരളത്തിലും വളരും. നമുക്ക് ഇച്ചിരി നീർവാർച്ചയുണ്ടെങ്കിലേ നമുക്ക് കിച്ചണിന്നോ ടോയ്ലറ്റിന്നോ ഒക്കെ വെള്ളം പോകുന്ന ഭാഗത്തൊന്ന് വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം. തീർച്ചയായിട്ടും ഇത് ആവശ്യം വരും. കാരണം ഇത് ഒരു തണ്ട് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം ചെല്ലുകയാണെങ്കിൽ മഴക്കാലത്തൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വരും. പക്ഷെ ഒരു ഉപദ്രവം ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ചകലെ നീക്കി നട്ട് വളർത്താണ് നല്ലത്. കാരണം ഇതിൽ ഈ ചൊറിയാമ്പുഴു വന്ന് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ വീടിനോടൊക്കെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ചൊറിയാമ്പുഴു ശല്യമൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് വീട്ടിൽ നിന്നൊക്കെ അല്പം ദൂരെ മാറ്റി നട്ട് വളർത്തുകയാണ് നല്ലത്. ഇതിന്റെ ഇലയൊക്കെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വിശദമായിട്ട് പറയാം. അധികം ഉയരത്തിലൊന്നും വളരില്ല, ഒരു 5-6 അടി ഉയരം വരെ വരും കേട്ടോ. അതുപോലെ ഇതിന്റെ വേര് പൊട്ടിയിട്ട് ഇഷ്ടംപോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വരും ഒരിള നട്ട് കഴിഞ്ഞാൽ. ആയുർവേദ രീതിയിലുള്ളതിന്റെ രസഗുണ വിഭാഗങ്ങളൊന്ന് പരിശോധിക്കാം. അതായത് രസം മധുര കടു കഷായ രസത്തോടു കൂടിയതാണ്. ഗുണം പറയുകയാണെങ്കിൽ ഗുരു സ്നിഗ്ധ തീക്ഷ്ണ ഗുണത്തോടു കൂടിയതാണ്. അതുപോലെ ഉഷ്ണവീര്യമാണ്, മധുര വിഭാഗമാണ്. അതുകൊണ്ടാണ് ഇത് വാദസംബന്ധമായിട്ട് രോഗങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. വാദശമനമാണ്, വേദനാ സംഹാരിയാണ്, അതുപോലെ ശോധന വരുത്തുന്നതിനും സഹായകരമാവുന്നുണ്ട്. ഈ രീതിയിലൊക്കെയുള്ള രസഗുണ വീര്യ വിഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ആവണക്കിൻ കുരു ആട്ടിയെടുക്കുന്ന എണ്ണയുണ്ടല്ലോ, ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ, ഇതൊക്കെ നമുക്ക് അലോപ്പതി മെഡിക്കൽ ഷോപ്പുകളിലും വിദേശത്തും ലഭ്യമാണ് കേട്ടോ. നമുക്ക് പലപ്പോഴും മറ്റ് ഔഷധങ്ങളൊക്കെ ലഭ്യമല്ലാതെ വരുമ്പോൾ ചില പൊടിക്കൈകൾ ഞാൻ ആവണക്കെണ്ണയൊക്കെ ചേർത്ത് തയ്യാറാക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ ആവണക്കെണ്ണയ്ക്ക്, കാസ്റ്റർ ഓയിലിന് നമുക്ക് ഈ വിരേചന സ്വഭാവമുണ്ട്, ശോധന വരുത്താനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഗർഭാശയ ശുദ്ധി വരുത്താനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ കൃമി വിരശല്യം ഉള്ളവർക്കും ഉദരകൃമി നശിപ്പിക്കുന്നതിനായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മൂത്രവിരേചനയാണ്, അതായത് മൂത്രത്തടവ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ ആവണക്കെണ്ണ ചേർത്ത ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആവണക്കിൻ വേരിട്ട് വെച്ച കഷായങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് മൂത്രരേചനീയമാണെന്നും കൂടെ പറയാം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രക്തവാദത്തിലും ആമവാദത്തിലും സന്ധിവാദത്തിലും വേദനയും നീരോടുകൂടി ഉണ്ടാവുന്ന വാദസംബന്ധമായ രോഗങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം ആവണക്കിന്റെ വേര് ചേർത്ത് തയ്യാറാക്കുന്ന കഷായങ്ങൾ, ആവണക്കിൻ കുരു ആട്ടിയെടുക്കുന്ന എണ്ണ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങളൊക്കെ ഉപയോഗിച്ചു വരാറുണ്ട്. ഈ വാദപ്രകൃതിക്കാർക്ക്, ജന്മനാ വാദപ്രകൃതിയായിട്ടിരിക്കുന്നവർക്ക് ഈ വാദസംബന്ധമായ രോഗാവസ്ഥകൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം തന്നെ ഒരു 40 വയസ്സോ 50 വയസ്സോ കഴിയുമ്പോൾ അവർക്ക് സന്ധി വേദനകളും കോൺസ്റ്റിപ്പേഷനും മലബന്ധവും, സന്ധികളിലൊക്കെ വേദന, മുട്ടിൽ വേദന, നടുവിന് വേദന, ഇത്തരം പ്രശ്നങ്ങൾ മടക്കു നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ചെറുങ്ങനെ ഒട്ടുന്ന ശബ്ദം, അതുപോലെ ക്രാക്ലിംഗ് നോയ്സ്, തരിപ്പുണ്ടാകാം, വേദന ഉണ്ടാവാം. ഇത്തരം അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ ആവണക്കെണ്ണ ഉണ്ടല്ലോ, ഇവർക്ക് ഇതിന്റെ കൂടെ ഉണ്ടാവുന്നതാണ് ഈ
കോൺസ്റ്റിപ്പേഷനെ. എന്താ വെച്ചാൽ വാദം വർദ്ധിക്കുമ്പോൾ മലബന്ധം ഉണ്ടാവുമല്ലോ, അത് സാധാരണ പതിവല്ലേ. അപ്പൊ അത്തരക്കാര് ഈ ആവണക്കെണ്ണ ഒരു 1/2 ounce എടുക്കാം, അത് ശോധനയ്ക്ക് അനുസരിച്ച്. ഓക്കെ, എന്നിട്ട് അതിന്റെ ഒരു ഇരട്ടി ചൂടുള്ള വെള്ളമോ ചൂടുള്ള പാലോ, കഷ്ടി ഒരു 1/4 ഗ്ലാസ് ചൂടുള്ള പാല് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ചൂടുള്ള വെള്ളത്തിലേക്ക് 2-3 ടീസ്പൂൺ ആവണക്കെണ്ണ ചേർത്തിട്ട് ഡോസേജ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങളുടെ ശോധനയ്ക്ക് പാകത്തിന് നിശ്ചയിക്കാനേ പറയാൻ നിർത്തിയുള്ളൂ. അപ്പൊ ആ ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ ചൂടുള്ള പാല് മാക്സിമം ഒരു 1/2 ഗ്ലാസ് എടുക്കാം, അല്ലെങ്കിൽ 2-3 ടീസ്പൂൺ വേണമെങ്കിൽ 4 ടീസ്പൂൺ എടുത്താലും വിരോധമില്ല. ആവണക്കെണ്ണ ചേർത്തിട്ട് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ച് കിടക്കുകയാണെങ്കിൽ സുഖവിരേചനം ഉണ്ടാവും, സുഖശോധന ഉണ്ടാവും. ഒപ്പം തന്നെ വാദസംബന്ധമായ നീർക്കെട്ടും വേദനകളും ശമിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. ഈ വീഡിയോയിലും നമ്മുടെ ചാനലിലും പറയുന്ന എല്ലാ പൊടിക്കൈകളും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം ഉപയോഗിക്കണമെന്ന് ഒരു നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് കൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ രക്തവാദമായാലും ആമവാദമായാലും സന്ധിവാദമായാലും നീർക്കെട്ടും വേദനയുള്ള സന്ധികളിലൊക്കെ ആവണക്കല എടുക്കുക. വലിയ ഇലയാണ് ഗന്ധർവസ്തം വിളിക്കുന്ന ആവണക്കല എടുത്തിട്ട് അതിൽ ഇച്ചിരി ആവണക്കെണ്ണ നില പുരട്ടിയിട്ട് ഒന്ന് ചൂട് പിടിച്ചിട്ട് ആ വേദന നീർക്കെട്ടുള്ള ഭാഗത്ത് വെച്ച് കെട്ടിവെച്ച് കിടന്നാല് തൽക്കാലത്തേക്ക് വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതിന് സഹായകരവും. അതുപോലെ ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തതയ്ക്ക് ഒരു മരുന്ന് പറയണമെന്ന് പറഞ്ഞ് നമ്മളെ സബ്സ്ക്രൈബർ കൂടെ ചോദിക്കാറുണ്ട്. ഈ ആവണക്കിന്റെ തളിരല ഉണ്ടല്ലോ, അത് നെയ്യ് ചേർത്ത് ഇങ്ങനെ വാട്ടിയെടുക്കുക. ആവണക്കിന്റെ തളിരല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അല്പം നെയ്യും ചേർത്തിട്ട്, പശു നെയ്യും ചേർത്ത് ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് അതിങ്ങനെ 3 നേരം ഭക്ഷണശേഷം കഴിക്കുകയാണെങ്കിൽ ഈ നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രി കാലങ്ങളാവുമ്പോൾ സന്ധ്യയാവുമ്പോൾ കണ്ണിന് കാഴ്ച മങ്ങുന്ന അവസ്ഥയുള്ളവർക്കൊക്കെ ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ആശ്വാസം കിട്ടുന്നതിന് സഹായകരമാകുന്നതാണ്. ഈ വാദം വർദ്ധിച്ചിട്ട് നമുക്ക് വായു കോപിച്ച് നമുക്ക് ഇനിയിപ്പോ ശരിക്കും അതിന്റെ കൂടെ വാദപ്രകൃതിക്കാരനാണ്, കോൺസ്റ്റിപ്പേഷനും പൈൽസും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്, ഇത്തിരി കപ്പലണ്ടി കൂടുതലായിട്ട് കഴിച്ചു, ഇത്തിരി ഗ്യാസ് ട്രബിൾ ഉണ്ടായി, ബ്ലോട്ടിംഗ് ഉണ്ടായി, ശോധന ഉണ്ടാവണില്ല, വയറിങ്ങനെ വീർത്തു വരുന്നു, ഇത്തരം അവസ്ഥയിലൊക്കെ ആവണക്കൻവേര് കഷായം വെക്കുക. ആവണക്കൻവേര് കഷായം വെച്ചിട്ട് അതിൽ ചൂടുള്ള പാലും കൂടെ ചേർത്തിട്ട് അതൊരു 1/2 ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ സുഖശോധന ഉണ്ടാവുന്നതിനും ഈ ആത്മാനം, ആടോപം എന്നൊക്കെ വിളിക്കുക, വയറ് വീർത്ത് നിൽക്കുന്നു, വായു ഒന്ന് വീർത്തിട്ട് അത്തരം പ്രശ്നങ്ങൾ ശമിക്കുന്നതിന് സഹായകരമാകുന്നു. ഇത് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ, ഒറ്റ ഡോസ് കൊണ്ട് നടക്കില്ല. ഇന്നിപ്പോ ഫുഡ് പോയ്സൺ പല രീതിയിലാണല്ലോ, അതായത് ഭക്ഷണത്തിലൂടെ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉള്ളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക, അതുവഴി ശോധന ഇല്ലാതാവുക, സ്കിന്നിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ചുവന്ന് തടിച്ചു വരിക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആവണക്കെണ്ണ ഒരു 1-1.5 ounce ചൂടുള്ള വെള്ളത്തിലോ ചൂട് പാലിലോ ഒഴിച്ചങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല വിരേചനങ്ങളുണ്ടാവും. ഒരു 5-6-7-8 പ്രാവശ്യം വയറ്റുന്ന അങ്ങോട്ട് പോകുന്നതോടുകൂടി ആ വിഷാംശം ഉള്ളിന്ന് പോകുന്നതിന് സഹായകരമാവുന്നുണ്ട്. ആ രീതിയിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടീഷൻസ് അപ്ലൈ നിങ്ങളുടെ മറ്റ് രോഗാവസ്ഥകൾ, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, നിങ്ങളുടെ ഭക്ഷണരീതികളും ജീവിത രീതികളും ഒക്കെ പരിഗണിച്ച് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. പൊതുവെ ഉപയോഗിക്കാന്ന് പറഞ്ഞു മാത്രം, പക്ഷെ ഇത്തരം സംഗതികളും കൂടെ പരിഗണിക്കേണ്ടതുണ്ടെന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ കോൺസ്റ്റിപ്പേഷനും പൈൽസും ഒക്കെ ഈ വാദസംബന്ധമായ രോഗികൾക്ക് അതുപോലെ വാദപ്രകൃതക്കാർക്ക് ഉണ്ടാവും. അതിന്റെ കൂടെ അവർക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ടാവാൻ സാധ്യത. അവിടെ ആ നീർക്കെട്ട് കാരണം ഇത്തരക്കാര് കരിനൊച്ചി, നിർഗുണ്ടി എന്ന് വിളിക്കുന്ന വിറ്റെക്സ് നിഗുണ്ടോ എന്ന് ബൊട്ടാനിക്കൽ നെയിം, അത് കരിനൊച്ചി നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ലഭിക്കും. ഓക്കെ, അതിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. അതിന് തുല്യ അളവിൽ നമുക്ക് ആവണക്കെണ്ണയും കൂടെ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷനും മലബന്ധം അതുപോലെ പൈൽസ് അതിനോട് ചേർന്നുണ്ടാവുന്ന നടുവേദന, ഇത്തരക്കാർക്ക് ആ നടുവേദന കുറഞ്ഞു വരുന്നതിന് സഹായകരമാവുന്നുണ്ട്. ഗർഭാശയ ശുദ്ധി വരുത്താനായിട്ട് സഹായകരമാവെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീ രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ് സുകുമാരഘൃതം. അപ്പൊ ഈ സുകുമാരഘൃതമൊക്കെ തയ്യാറാക്കാനായിട്ട് അതിൽ ആവണക്കെണ്ണയും ചേർത്ത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുപോലെ ആവണക്ക് ആയുർവേദ ചികിത്സയിൽ അല്ലെങ്കിൽ വാദസംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അത്യാവശ്യമാണ്. ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. ഇത് സുലഭമായിട്ട് ലഭിക്കുന്നതാണ്, അങ്ങനെ റയർ പ്ലാന്റ് ഒന്നുമില്ല. ഒന്ന് നട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം നനവുള്ളിടത്ത് കാട് പോലെ പടർന്നു പിടിക്കും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ചൊറിയാമ്പുഴു വന്നു വിടാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വീട്ടിൽ നിന്നൊക്കെ ഇത്തിരി ദൂരം മാറ്റി വെച്ച് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇല വേദനയുള്ള ഭാഗങ്ങൾ പൊതിഞ്ഞു കെട്ടാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഉപനാഹമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലേപനങ്ങൾ വെച്ച് കെട്ടി, തുണി വെച്ച് കെട്ടിയിട്ട് അതിന്റെ മീതെ ആ വേർപ്പുണ്ടാകുന്നതിന്, ഒഴുക്കുണ്ടാകുന്നതിന്, വാദത്തെ ശമിപ്പിക്കുന്ന സ്വഭാവമുള്ള ആവണക്കിന്റെ ഇല വെച്ച് കെട്ടാറുണ്ട്, വലിയ ഇല. ഓക്കെ, അതുപോലെ ആവണക്കില അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കിഴി കെട്ടി നമുക്ക് വേദനയുള്ള ഭാഗങ്ങളിൽ ചൂട് പിടിക്കുന്നതിന് ഇലക്കിഴിയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആവണക്കിന്റെ തളിരില നമുക്ക് കാമില, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, അതുപോലെ ലിവർ ഡിസീസസ്, ഫാറ്റി ലിവർ, ഇത്തരം രോഗാവസ്ഥകൾ ആവണക്കിന്റെ തളിരില അരച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ആവണക്കിന്റെ വേര് കഷായം വെച്ച് ഒരുപാട് രോഗാവസ്ഥകൾ, വാദസംബന്ധമായ രോഗങ്ങൾ ചേർക്കുന്നുണ്ട്. അതുപോലെ ആവണക്കിന്റെ കുരു ആട്ടിയെടുക്കുന്ന എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ലിങ്കിലേ നമുക്ക് ഇത്തരം വാദസംബന്ധമായ രോഗങ്ങൾ അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഒക്കെ ഇവിടെയൊക്കെ കൊടുക്കാം. ഐ ബട്ടണിലും ഉണ്ടാവും, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.